Matthews of St. John's Madhama Church, from Kattanam Madhama Church, Mother Parish, and Mr. Jose Koti Kunyapan of St. Thomas Madhama Church from Kaidakode MTC. Well, I know that was a long list, but we have to acknowledge their will, and we really appreciate your goodwill, and thank you very much, all of you. We have crossed the mark of almost 12 lakhs. Thank you. Thank you very much. Thank you once again. Thank you. 2 Corinthians chapter 9 says, each man should give what he has decided in his heart to give, not reluctantly or under compulsion, for God loves a cheerful giver. Blessed are those cheerful givers. Let's be a part in giving for the extension of God's kingdom on earth. We shall have the offertory now. The finance committee will be assisting in the offertory while the choir shall sing the song Sabakege Adisthanam.
സമർപ്പിച്ചിരിക്കുന്ന ഈ അർപ്പണത്തെ സ്വീകരിക്കണമേ. ഇതനേകർക്ക് സ്വാതന്ത്ര്യത്തിന് മുഖാന്തരമായി വിനിയോഗിപ്പാൻ തക്കവണ്ണം സഭയെ നീ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു നാമത്തിൽ ഞങ്ങളുടെ അർപ്പണത്തെ സ്വീകരിക്കണമേ. ഒരു കാര്യം കൂടെ ഞാൻ ഈ സമയത്ത് പറഞ്ഞുകൊള്ളട്ടെ. ഇപ്രകാരം 2 പ്രോജക്റ്റുകളെക്കുറിച്ച് ചിന്തിപ്പാനായിട്ട് ചുമതലക്കാർ നിർവഹിച്ചതിൽ ഞാൻ പ്രത്യേക അഭിനന്ദനം അറിയിക്കുന്നു. കുമ്പനാട്ട് ആശുപത്രിയിൽ ഒരു ബ്ലഡ് ബാങ്കിന് ക്രമീകരണം ചെയ്തു. അതിലെ ഒരു വ്യക്തി ആദ്യമായിട്ട് 10 ലക്ഷം രൂപ തന്നു. അതുകൊണ്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി ഗവൺമെൻറ്റിൽ അപേക്ഷിച്ചു. പ്രൊഫസർ പി ജെ കുര്യൻ്റെ സഹായം കൂടി ഉണ്ടായിരുന്നതുകൊണ്ട് അതിനുള്ള അനുമതിയെല്ലാം ലഭിച്ചു. കുമ്പനാട്ട് അത് ആരംഭിച്ചു. ഈ കറ്റാണത്തും വിശിഷ്യ ഈ ഡയാലിസിസ് യൂണിറ്റും ദൈവം അനുവദിക്കാവുന്നതിൽ അടുത്ത വർഷം ഒരു കാർഡിയാറ്റിക് യൂണിറ്റും ആരംഭിക്കുവാനായിട്ട് പ്ലാനുണ്ട്. അതിലേക്ക് ഈ ബ്ലഡ് ബാങ്ക് ഏറ്റവും ആവശ്യമാകുന്നു. അതിനുവേണ്ടി നൽകുന്നതായുള്ള പണം അതിന് മാത്രമല്ലാതെ മറ്റൊരു യാതൊരു കാരണത്തിനും താൽക്കാലിക അഡ്ജസ്റ്റ്മെൻ്റ് എന്ന വിലയിൽ പോലും എടുക്കുവാൻ അനുവദിക്കുകയില്ല എന്നുള്ളതും ഞാൻ ഉറപ്പ് തരുന്നു. അതിൽ വളരെ സഹായകരമാണ്. അതുപോലെ കാലഘട്ടത്തിൻ്റെ വലിയൊരു ആവശ്യമാണ് ഒരു ജീറിയാട്രിക് സെൻ്റർ. കുമ്പനാട്ട് നമ്മുടെ മിസ്റ്റർ സണ്ണിയുടെ ധാർമ്മികമായുള്ള പിന്തുണയും അതുപോലെ തന്നെ പ്രോത്സാഹനവും അത്യാവശ്യം വരുമ്പോൾ കൈനീട്ടി സഹായിക്കുകയും ചെയ്യുന്നത് ഞാൻ ഈ സമയത്ത് ഓർമ്മിക്കുന്നു. അതിൻ്റെ ഫലമായി നമുക്കിപ്പോൾ 100 പേർക്ക് താമസിക്കത്തക്കതായ ജീറിയാട്രിക് സെൻറ്റർ വളരെ പ്രശസ്തമായ രീതിയിൽ നടക്കുന്നു. അവിടെ താമസിച്ചിട്ടുള്ളവരും അവിടെ ആളുകളെ താമസിപ്പിച്ചിട്ടുള്ളവരും വളരെ നല്ല അഭിപ്രായമാണ് അതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. 100 പേർക്ക് താമസിക്കത്തക്ക ഒരു ക്രമീകരണമാണ് അലക്സാണ്ടർ മാർത്തോമാ മെത്രാപ്പൊലീത്തായുടെ സ്മാരകമായി അവിടെ നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധയോടെ ഓർക്കേണ്ടതാണ്. ക്രിസ്തോസ്റ്റം തിരുമേനിയുടെ പിതൃസ്വത്ത് അതിനുവേണ്ടി ദാനമായിട്ട് നൽകി അവിടെയാണ് അത് പണിതിരിക്കുന്നത്. അത് പ്രത്യേകിച്ച് ഈ സമയത്ത് ഓർക്കുന്നു. അതുപോലെ ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യങ്ങളാണ്. അമേരിക്കയിൽ നിന്ന് പോലും ഈ ജീറിയാട്രിക് സെൻ്ററിലെ ആളുകളെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ടുണ്ട്. നാട്ടിലേത് മാത്രമല്ല. അതിൻ്റെ പ്രവർത്തനങ്ങളിൽ മുൻപോട്ട് പോകുന്നു. അത് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കുമ്പനാട്ടെ ആശുപത്രിയുടെ എല്ലാ കാര്യങ്ങളിലും ഒരു വിധത്തിൽ പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സും എടുത്തു പോകാവുന്ന സ്ഥാനങ്ങൾ അല്ല ധൈര്യം തരുന്നതായുള്ള സണ്ണിയുടെ സേവനങ്ങളെ ഞാൻ പ്രത്യേകിച്ച് പ്രശംസിക്കും. കനാനായ സഭയെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ഓഫീസ് ബേസ് മിസ്റ്റർ ജേക്കബ് മാത്യുവും ജിജി ചാലുപറമ്പിലും ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്നു. ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. മലയാള മനോരമയുടെ മിസ്റ്റർ AM ഹസൻ, ഏഷ്യാനെറ്റിൻ്റെ മിസ്റ്റർ നിക്സൺ ജോർജ്, ജയ്ഹിന്ദ് ടിവിയുടെ മിസ്റ്റർ ഗിരീഷ്, കൈരളി ടിവിയുടെ മിസ്റ്റർ റെജി എന്നിവർ ഈ മീറ്റിംഗിൽ റിപ്പോർട്ടേഴ്സായിട്ട് എത്തിയിട്ടുണ്ട്. അവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. Reverend Thomas Koshi Panachamotil, Vice Chairman and Vicar, St. Thomas Marthoma Church, will share a brief introduction about the souvenir. മുഖവുര കൂടാതെ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കട്ടെ. മർത്തോമ പ്രവാസി സംഗമത്തോടൊപ്പം ഇതിൻ്റെ ഓർമ്മകൾ നിലനിർത്തക്ക രീതിയിൽ ഒരു സുവനീർ പ്രസിദ്ധീകരിക്കണമെന്ന് ആഗ്രഹിച്ചു. ഇന്ന് ഈ സുവനീർ ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുകയാണ്. സഭയുടെ ചരിത്രം, സഭയുടെ പാരമ്പര്യങ്ങളും പൈതൃകങ്ങളും ഉൾക്കൊള്ളുന്ന ലേഖനങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ ഇവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ലേഖനങ്ങൾ, കുവൈറ്റിലെ സഭയുടെ വളർച്ചയുടെ ചരിത്രം, മുൻ വൈദികരുടെയും മുൻകാലങ്ങളിലൂടെ പ്രവർത്തിച്ചിരുന്നവരുടെയും ഓർമ്മക്കുറിപ്പുകൾ ഇവയൊക്കെ ഉൾപ്പെടുത്തിയാണ്
ഈ ഈടിറ്റ സുവനീർ തയ്യാറാക്കിയിരിക്കുന്നത്. പരസ്യങ്ങൾ തന്നും ലേഖനങ്ങൾ നൽകിയും സഹായിച്ചവർ വളരെ ഏറെയുണ്ട്. അതിലുപരി ഇതിന് പിന്നിൽ അധ്വാനിച്ച ഒരു നല്ല എഡിറ്റോറിയൽ ബോർഡുണ്ട്. ശ്രീ കുരുള് വർഗീസിൻ്റെ നേതൃത്വത്തിൽ മനോഹരമായ ഒരു എഡിറ്റോറിയൽ ബോർഡ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചു. എല്ലാ രീതിയിലും ഈ സംരംഭത്തെ സഹായിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള നന്ദിയും സ്നേഹവും ഞാൻ ഈ സമയത്ത് അറിയിക്കട്ടെ. ഈ സുവനീർ പ്രകാശനം ചെയ്ത് ഈ സംഗമത്തെ ധന്യമാക്കണമെന്ന് ബഹുമാന്യനായ മുൻ കേന്ദ്രമന്ത്രിയും ഇപ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റിലെ തിളങ്ങുന്ന ശബ്ദവുമായ പി ജെ കുര്യൻ സാറിനോട് അപേക്ഷിച്ചുകൊള്ളും. സാറിൻ്റെ കയ്യിൽ നിന്നും ആദ്യ കോപ്പി ഇമാനുവൽ ഗരീബ് ഏറ്റുവാങ്ങും. തുടർന്ന് 5 പള്ളികളിലെയും സെക്രട്ടറിമാർ മുൻപോട്ട് വന്ന് ആ കോപ്പികൾ ഏറ്റുവാങ്ങണമെന്ന് അപേക്ഷിച്ചുള്ളൂ. അഞ്ച് ഇടവകളിലെയും സെക്രട്ടറിമാർ ദയവായിട്ട് മുൻപോട്ട് വന്ന് ആദ്യ കോപ്പികൾ ഏറ്റുവാങ്ങണമെന്ന് അപേക്ഷിക്കുന്നു. Professor P.J. Kurian, MP, former Union Minister and Rajya Sabha Chief Whip. He is a political and social worker, teacher and educationist. From 2010 onwards, he is a member of the Business Advisory Committee, working for the protection of environment, upliftment of the poor and the weaker sections of the society. I would invite Professor P.J. Kurian to say a few words. അഭിവന്ദനായ മാർത്തോമ്മ മെത്രാപ്പോലിത്ത തിരുമേനി, അഭിവന്ദനായ അധ്യക്ഷൻ എബ്രഹാം മാർ പൗലോസ് തിരുമേനി, അഭിവന്ദനായ മക്കാറിയോസ് തിരുമേനി, അഭിവന്ദനായ സ്റ്റെഫാനോസ് തിരുമേനി, അഭിവന്ദനായ തീത്തോസ് തിരുമേനി, ബഹുമാനപ്പെട്ട റവറൻഡ് ഇമ്മാനുവൽ ഗരീബ്, വന്യ വൈദികരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും വന്ദനം. ഞാൻ മലയാളത്തിൽ പ്രസംഗിക്കാമെന്ന് കരുതിയത് ഒരു കാരണമുണ്ട്. നമ്മൾ ഈ നല്ല ഒരു വെജിറ്റേറിയൻ സദ്യക്ക് പോകാമെങ്കിൽ അവിടെ 2-3 പായസങ്ങൾ കാണും. ഒന്ന് അരി കൊണ്ടുള്ള പായസം, പിന്നെ ഗോതമ്പ് പായസം, പിന്നെ കടല പായസം, പരിപ്പ് പായസം. ഇതിനിടയിൽ ഇച്ചിരി നാരങ്ങാക്കറി ഉണ്ടെങ്കിൽ പായസം കുറേ കൂടെ രസിക്കും. അതുകൊണ്ട് എൻ്റെ പ്രസംഗം മലയാളത്തിലാകട്ടെ എന്ന് ഞാൻ അങ്ങ് തീരുമാനിച്ചതാണ്. ഈ മെത്രാപ്പോലിത്ത തിരുമേനി മാരാമൺ കൺവെൻഷനിൽ പറഞ്ഞു, ഏബ്രഹാം മാർത്തോമ്മ പറഞ്ഞത് മാർത്തോമ്മക്കാരെ ചിതറിക്കണമെന്ന്. ഈ പ്രാവശ്യത്തെ കൺവെൻഷനിൽ എനിക്ക് തോന്നുന്നു ഉദ്ഘാടന പ്രസംഗത്തിലാണെന്നാണ് തോന്നുന്നു. ചിതറിക്കണം. ഏബ്രഹാം മാർത്തോമ്മ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞു. ഇപ്പം ചിതറിക്കണം എന്ന് പറഞ്ഞതിനെ മെത്രാപ്പൊലിത്ത തിരുമേനിയും അനുകൂലിച്ച് പറഞ്ഞു. എനിക്കതിൻ്റെ അർത്ഥമൊന്നും വലിയ പിടി അന്നേരം കിട്ടിയില്ല. ഇപ്പോൾ എനിക്ക് മനസ്സിലായി ചിതറിക്കുന്നതിൻ്റെ ഗുണം എന്താണ്. നമുക്ക് തിരുവല്ലയിൽ അലക്സാണ്ടർ മാർത്തോമ്മ ഹാളെന്നും പറഞ്ഞൊരു ഹാളുണ്ട്. നമ്മൾ ഒരുപാട് പണം കൊടുത്ത് നടത്തിയതാണ്. അവിടെ
പല വലിയ സമ്മേളനങ്ങളും നടത്തിയിട്ടുണ്ട്. ഞാൻ തന്നെ കേന്ദ്രത്തിൽ നിന്ന് മന്ത്രിമാരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഒരിക്കൽ പോലും ആ ഹാളൊന്നും നിറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. ഇത്രയും ഇതിൻ്റെ അർത്ഥം എന്താ? അതെ, ഇതാണ് ചെതറിക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജ്. യു ബിക്കം മോർ വൈബ്രന്റ്, മോർ ആക്റ്റീവ്. ആൻഡ് ലുക്ക് അറ്റ് ദ choir here. Amazing. Congratulations. I confess, my parish does not have such a good choir. അപ്പോൾ പിന്നെ ഞാൻ പറയണ്ടല്ലോ. I congratulate you. The effort, I tell you, this is the benefit of what is called ചെതറിക്കൽ. You become whatever it is. അതുകൊണ്ട് കുവൈറ്റിലെ സഭയൊന്ന് ചെതറിച്ചാലും കുഴപ്പമില്ലെന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. ഇറ്റ് വിൽ ബി അഡ്വാൻറ്റേജസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കുവൈറ്റ്, നിങ്ങൾ ഇവിടെ കുവൈറ്റിനെ കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത് ഒരു സാങ്കല്പിക പക്ഷിയാണ്. ഫീനിക്സ് എന്ന് പറഞ്ഞൊരു പക്ഷി നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. ഈ പക്ഷി തീ പിടിച്ചങ്ങ് വെന്ത് ചത്തുപോയി. അതിൻ്റെ സ്കെലിറ്റൻ മാത്രം അവശേഷിച്ചു. ആ സ്കെലിറ്റനിൽ നിന്ന് പരിശ്രമിച്ച് അത് വളർന്ന് പണ്ടത്തേതിനേക്കാൾ ശക്തിയുള്ളൊരു പക്ഷിയായി പറന്നു. അതാണ് ഫീനിക്സിൻ്റെ. കുവൈറ്റ് ഓക്യുപ്പേഷൻ, ഇൻവേഷൻ്റെ കാലം ഞാൻ ഓർക്കുകയാണ്. അന്ന് ഞാൻ പാർലമെൻറ്റിൽ ലോക്സഭയിൽ ചീഫ് വിപ്പായിരുന്നു. അന്നത്തെ വിദേശകാര്യമന്ത്രി നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ ഗുജറാളായിരുന്നു. ഇവിടെ നിന്ന് ഒരു ദിവസം നിരവധി ടെലിഫോൺ കോളുകൾ, പ്രത്യേകിച്ച് പോത്തച്ചായനെ, അതുപോലെ തന്നെ നമ്മുടെ സണ്ണി തുടങ്ങിയ ആളുകൾ, ടൊയാറ്റോ സണ്ണി എന്നറിയപ്പെടുന്ന, എന്ന് പറഞ്ഞാലേ നാട്ടിൽ അറിയത്തുള്ളൂ, ഇവിടെ സണ്ണി എന്ന് പറയുന്നത്, നിരവധി ടെലിഫോൺ കോളുകൾ ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് വിചാരിച്ചു, അന്നത്തെ സങ്കടം, അന്ന് വിചാരിച്ചു എല്ലാം തീർന്നു, എല്ലാം തകർന്നു. മലയാളികളൊക്കെ ഇവാക്യുവേറ്റ് ചെയ്യാൻ ഒരുപാട് കാര്യത്തിൽ ഞങ്ങളൊക്കെ ഇടപെട്ടു. മന്ത്രിയെ ഗുജറാളിനെ ഇങ്ങോട്ട് അയക്കുക തന്നെ ചെയ്തു. പക്ഷെ എല്ലാം തകർന്നെന്ന് വിചാരിച്ചു. ബട്ട് തകർന്നില്ല. അവിടെ നിന്ന് ദൈവം കരകയറ്റി കൊണ്ടുവന്നു. ഗോഡ് ക്യാൻ ക്രിയേറ്റ് വണ്ടേഴ്സ്. ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കുവാനായി കഴിയും. എന്ന് മാത്രമല്ല, ഒരിക്കലും നിരാശയിലേക്ക് പോകണ്ട. നിരാശയുടെ പടുകുഴിയിൽ പോലും ആശയുണ്ട്, പ്രതീക്ഷയുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് കുവൈറ്റ് എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. ഇപ്പോൾ കുവൈറ്റ് തിരുമേനി പറഞ്ഞ പോലെ മോസ്റ്റ് സ്ട്രോങ് കറൻസി, പെർ ക്യാപിറ്റ ഇൻകം much high, one of the strongest nation and a friendly nation of India, our friendly nation. I am told tomorrow is the National Day of Kuwait. Well, on behalf of the Government of India and the Indian Parliament, it's my pride to extend a best happy Independence Day celebration to the Kuwaitis. Also, I know in a couple of days you will be celebrating the Liberation Day. That is also a great day. My best wishes for all Kuwaitis and the government of Kuwait, the rulers of Kuwait. They are always our friend. Kuwait is a friendly nation of India. And as Tirumeni said, we are all grateful to the rulers here for protecting about 1 million or more than of us in this country. That's a great thing. I don't want to take more of your time. ഞാൻ ഒരിക്കൽ കൂടെ കുവൈറ്റ് മാർത്തോമ സമൂഹത്തെ അഭിവാദ്യം ചെയ്യുന്നു. പക്ഷെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല. ഇവിടെ ഞാൻ വായിച്ചു, the proceeds of this function will be for the proceeds of this function,
All proceeds from this program goes to സ്നേഹകരം. ഇത് എനിക്ക് തോന്നുന്നു എല്ലാവരും എല്ലാ ഫംഗ്ഷനിലും മാതൃകയാക്കാം. ഏറ്റവും നല്ല മാതൃക തിരുമേനിയുടെ സ്നേഹകരം. തിരുമേനിയുടെ 80-ാം ജന്മദിനത്തിൽ സ്നേഹകരം എന്ന പദ്ധതി തുടങ്ങിയതിന് തിരുമേനിയുടെ അങ്ങേയറ്റം വലിയ കെട്ടിടങ്ങൾ പണിയുകയും ഇതൊന്നും അല്ല, അതിനപ്പുറത്ത് പാവപ്പെട്ട കാൻസർ പേഷ്യൻസിനെ, ഹാർട്ട് പേഷ്യൻസിനെ, കിഡ്നി പേഷ്യൻസിനെ, HIV പേഷ്യൻസ്, ഇന്നത്തെ ഏറ്റവും വലിയ നീഡാണ്. കേരളത്തിലുള്ള ഞങ്ങൾക്കറിയാം ഏറ്റവും വലിയ നീഡാണ്. സ്നേഹകരം പ്രോജക്റ്റ് തുടങ്ങിയ അതിന് പ്രേരണ കൊടുത്ത തിരുമേനിയെയും അതിന് സംഭാവന ചെയ്തവരെയും ഞാൻ അനുമോദിക്കുകയാണ്. ഞാൻ ഒരു ചെറിയ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോവാണ്. 1 മിനിറ്റ് കൂടി എടുക്കത്തുള്ളൂ. സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങിയപ്പോൾ ഇരുട്ട് വരാൻ തുടങ്ങി. അപ്പോൾ സൂര്യൻ പറഞ്ഞു, അന്ധകാരം ഭൂമിയെ മൂടാൻ പോകുന്നു, ഞാൻ ഇതാ കടലിലേക്ക് താഴാൻ പോകുന്നു, എനിക്ക് ഈ ഭൂമിയെ പ്രകാശം കൊടുക്കാൻ എനിക്ക് പറ്റില്ല, എന്നെക്കൊണ്ട് പറ്റില്ല, ആര് അല്പപ്രകാശം ഈ ഭൂമിയിൽ കൊടുക്കും എന്ന്. അപ്പോൾ ആരുമില്ല. ഒരു മിന്നാമിനങ്ങ് മുന്നോട്ട് വന്ന് പറഞ്ഞു, ഐ വിൽ ഡു, ഞാൻ പ്രകാശം കൊടുക്കാമെന്ന് പറഞ്ഞു. ഐ വിൽ ഡു വാട്ട് ഐ ക്യാൻ, ഐ വിൽ ഡു വാട്ട് ഐ ക്യാൻ. നോബൽ പീസ് പ്രൈസ് കിട്ടിയ ആഫ്രിക്കക്കാരിയുണ്ട്, മത്തായി എന്ന അവരുടെ പേര്. ആ മത്തായി ഡൽഹി വെച്ച് ഒരു കൊച്ചു കഥ പറഞ്ഞു. ഒരു വനം കത്തി നശിക്കുന്നു. ഒരു വനം കത്തി നശിക്കുമ്പോൾ മൃഗങ്ങളെല്ലാം ഓടുന്നു. പക്ഷെ ഒരു കൊച്ചു പക്ഷി ചെന്ന് വെള്ളത്തിൽ ചെന്ന് മുങ്ങും. എന്നിട്ട് തീയുടെ മുൻപിൽ വന്നൊന്ന് കുലുക്കും. അപ്പോൾ 2-3 തുള്ളി വെള്ളം വീഴും. ഈ പണി ആവർത്തിച്ചു. ഈ പക്ഷിയോട് ചോദിച്ചപ്പോൾ പക്ഷി പറഞ്ഞു, വൈ ആർ യു ഡൂയിങ് ദിസ്? പക്ഷിയോട് ചോദിച്ചു. ഇറ്റ്സ് എ ഫൂളിഷ് ആക്ട്. പക്ഷി പറഞ്ഞു, ഐ ആം ഡൂയിങ് വാട്ട് ഐ ക്യാൻ. എനിക്ക് കുവൈറ്റിലെ എല്ലാവരോടും പറയാനുള്ളത്, 1 ലക്ഷം വേണമെന്നില്ല. അങ്ങനെയുള്ള ഒരു 50,000 ഉള്ളവരുടെയൊക്കെ ആയിരിക്കും ഇപ്പം കൊടുത്തത്. 10 രൂപയായാലും മതി, എല്ലാവരും പങ്കെടുക്കുക. ഐ ആം ഡൂയിങ് വാട്ട് ഐ ക്യാൻ. അതാകട്ടെ നമ്മളുടെ സ്വാഗതം. 2 കാശ് കൊടുത്ത വിധവയെ കണ്ടിട്ട് ഇതാണ് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞു. കർത്താവ് ഏറ്റവും കുറച്ച് കൊടുത്താലും അത് ഏറ്റവും കൂടുതലായി കണക്കാക്കും. അതുകൊണ്ട് തിരുമേനി ഒരു സംശയമില്ല, ഇതിന് മുഴുവൻ ഉള്ള പണം ഈ കുവൈറ്റിൽ തന്നെ കിട്ടുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ഞാൻ കൂടുതൽ പ്രസംഗിക്കുന്നില്ല. എന്നെ ക്ഷണിച്ചതിന് ആത്മാർത്ഥമായ നന്ദി പറയുന്നു. ഞാൻ ഉഴപ്പാൻ നോക്കിയതാണ്, പക്ഷേ ഇത്രയും വലിയൊരു ഫംഗ്ഷനാണ്, ഇത്രയും ആൾ കൂടുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഉഴപ്പാൻ ശ്രമിച്ചതിന് ക്ഷമിക്കണം. എല്ലാ ആശംസകളും കുവൈറ്റ് ഇടവകയ്ക്ക് നേരുന്നു. തിരുമേനിമാരെ കുറിച്ചൊന്നും പറഞ്ഞില്ല എന്നുള്ള കാര്യം പറയേണ്ട ഒരാവശ്യവും ഇല്ല. ഓക്സിയോസ് അത് മാർത്തോമാ സഭ മാത്രമല്ല, മുഴുവൻ ക്രിസ്ത്യാനികളും അംഗീകരിച്ചതാണ്, മറ്റുള്ളവരും അംഗീകരിച്ചതാ. പിന്നെ ഞാൻ പറഞ്ഞ് പഞ്ചസാരയ്ക്ക് മധുരം ഉണ്ടെന്ന് പറയേണ്ട കാര്യമുണ്ടോ? നമ്മുടെ ഈ തിരുമേനിമാരെ കുറിച്ച് പറഞ്ഞ് സമയം കളയേണ്ട. 3 പേരും സർവ്വതാ യോഗ്യരാണെന്ന് നാം കണ്ടവരെ തിരഞ്ഞെടുത്തതാണ്. അവർ നമ്മുടെ സഭയ്ക്ക് അനുഗ്രഹമാണ്, വലിയ മുതൽകൂട്ടാണ്. അവരെയും ഒരിക്കൽ കൂടെ അനുമോദിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. നമസ്കാരം. This is the award presentation, A Light of the Diaspora. The Kuwait Marthoma Churches together announces the Light of the Diaspora Award to the Supreme Head of the Marthoma Church, Most Reverend Dr. Joseph Marthoma Metropolitan. The recognition is for his great contributions for the betterment of the NRI community and his overall contributions to the society. Dr. Joseph Marthoma Metropolitan was the president of the National Council of Churches in India and member of executive committees of different development agencies like the CASA, that is a Christian Agency for Social Action.
He is one of the senior presidents of CCA and the chairman of CASA. Dr. Joseph Martama Metropolitan played pivotal role in bringing back the NRIs from Kuwait during the time of Iraqi invasion and for the rehabilitation of Gulf returnees. He took initiative to start the CBSE section in Trivandrum St. Thomas Residential School and Tiruvalla Marthoma Residential School, especially for the returnees from Kuwait. Mr. Roger Daniel, Vice Patron, former Sabha Council, Gulf Region, will read out the citation. അർഹതയ്ക്ക് യോഗ്യനായ മാർത്തോമാ സഭയുടെ പരമാധ്യക്ഷൻ ശ്രീ ജോസഫ് മാർത്തോമ മെത്രാപ്പോലിത്ത, സമാരാധ്യനായ ഞങ്ങളുടെ എപ്പിസ്കോപ്പ ഏബ്രഹാം മാർ പൗലോസ് എപ്പിസ്കോപ്പ, നവാഭിഷിക്തരായ മറ്റ് എപ്പിസ്കോപ്പമാരെ, വൈദിക ശ്രേഷ്ഠരെ, ഞങ്ങളുടെ ജ്യേഷ്ഠ സഹോദരനായ ശ്രീ പി ജെ കുര്യൻ എം പി, ഇമ്മാനുവേൽ ഗരീബ്, സഭാ കൗൺസിൽ അംഗങ്ങളെ, എൻ്റെ സഹപ്രവർത്തകരെ, സഭാജനങ്ങളെ, നിങ്ങൾക്കെൻ്റെ നമസ്കാരം. ബഹുമാനപ്പെട്ട തിരുമേനിക്ക് അവാർഡ് കൊടുക്കുവാൻ രൂപീകരിച്ച സമിതിയുടെ ജൂറി ചെയർമാൻ എന്ന നിലയിൽ അതിൻ്റെ സൈറ്റേഷൻ വായിക്കുവാൻ എന്നെ ഈ സഭ നിയോഗിച്ചിരിക്കുകയാണ്. ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ മുൻപിൽ വന്ന് ഇവിടെ നിങ്ങളെ അഡ്രസ്സ് ചെയ്യുവാൻ തന്ന ദൈവത്തിൻ്റെ കരുണയെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർമ്മത്തിലേക്ക് പ്രവേശിക്കുന്നു. ആദ്യമായി ആമുഖമായി ഏതാനും വാക്കുകൾ പറഞ്ഞുകൊള്ളട്ടെ. ചരിത്രത്തിൻ്റെ സംഗമസ്ഥാനത്ത് ലഭിക്കുന്ന ഈ യുഗസന്ധിയിലെ അപൂർവ ശുഭമുഹൂർത്തം, 10,000-ഓളം വിശ്വാസികൾ അഞ്ജലീബദ്ധരായി നിൽക്കുന്ന ധന്യ നിമിഷം, ഹൃദയവും മനസ്സും ഏകമായി സന്നിവേശിപ്പിച്ച് ഒരു പുത്തൻ താരോദയത്തിനായി കാത്തിരിക്കുന്ന ജനസഹസ്രങ്ങൾ ഉൾക്കൊള്ളുന്ന വിശ്വാസി സമൂഹം, അവരുടെ ആത്മീയ പരമാധ്യക്ഷൻ ഇവിടെ ആദരിക്കപ്പെടുന്നു. മലരാരണ്യത്തിലെ മലർവാടിയായി, ഹൃദയവികാരങ്ങളുടെ ഇളം തെന്നലായി, ആത്മീയതയുടെ സമഞ്ജസ ഭാവമായി, പിന്തള്ളപ്പെട്ടവരുടെ പിതാവായി, രോഗികളുടെയും ദുഃഖിതരുടെയും അവസാനത്തെ അത്താണിയായി, ദേശാന്തരികളുടെ പ്രകാശമായി ഇതാ ഡോക്ടർ ജോസഫ് മാർത്തോമ ബഹുമാനിക്കപ്പെടുന്നു, ആദരിക്കപ്പെടുന്നു. 9 ലക്ഷത്തോളം വിശ്വാസികൾ, നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആതുരാലയങ്ങൾ, അനാഥാലയങ്ങൾ, മറ്റ് വിവിധതരം സ്ഥാപനങ്ങൾ, 1000-ൽ പരം ഇടവകകൾ, അത്രയും തന്നെ പുരോഹിതന്മാർ, 12 മറ്റ് എപ്പിസ്കോപ്പമാർ എന്നിവർ ഉൾക്കൊള്ളുന്ന ലോകം മുഴുവൻ പടർന്നു കിടക്കുന്ന തികച്ചും ഭാരതീയമായ ക്രിസ്തീയ സഭയുടെ ഉന്നതസ്ഥാനീയനെ, ലൈറ്റ് ഓഫ് ദ ഡയസ്ഫറ, ദേശാന്തരികളുടെ പ്രകാശം എന്ന പുരസ്കാരം ഇവിടെ നൽകപ്പെടുന്നു. 1,00,000 രൂപയും ഫലകവും അടങ്ങുന്നതാണ് ഈ അവാർഡ്. ദേശീയവും അന്തർദേശീയവുമായ സേവനങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടും പ്രവാസികളുടെ ഉന്നമനത്തിന് വേണ്ടി നൽകിയ കർമ്മപഥങ്ങളെ പ്രത്യേകമായി സ്മരിച്ചുകൊണ്ടുമാണ് തിരുമേനിക്ക് ഈ അവാർഡിനെ, ഈ പുണ്യചരിതനെ ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഈ ജനസഞ്ചയത്തെ സാക്ഷി നിർത്തി അവാർഡ് ജൂറി ചെയർമാൻ എന്ന നിലയിൽ ഈ മംഗളപത്രം വായിച്ച് സമർപ്പിക്കുന്നു. സ്വീകരിച്ചാലും. ലൈറ്റ് ഓഫ് ദ ഡയസ്ഫറ, ദേശാന്തരികളുടെ പ്രകാശം, പ്രവാസി സമൂഹത്തിൻ്റെ ആവശ്യങ്ങളും നൊമ്പരങ്ങളും അടുത്തറിഞ്ഞ മഹായിടയൻ, യുദ്ധഭീതിയിൽ അകപ്പെട്ടവർക്ക് അത്താണിയായി കൂടെ നിന്ന ദേശസ്നേഹി, സർഗാത്മകതയുടെയും കഠിനാധ്വാനത്തിൻ്റെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും ആർദ്രതയുടെയും ഉദാത്ത ഭാവം, അഗതികൾ, രോഗികൾ,
നിന്ദിതർ, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ ഇവരോടുള്ള പ്രതിബദ്ധതയാണ് ആത്മീയതയെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആത്മീയ നായകൻ. ദൈവശാസ്ത്രത്തെ മനുഷ്യവിമോചന ശാസ്ത്രമായി വ്യാഖ്യാനിക്കുകയും ആൾക്കൂട്ടത്തോടൊപ്പം സഞ്ചരിക്കുകയും ചെയ്യുന്ന ജനകീയ ഇടയൻ. പ്രപഞ്ചത്തിൻ്റെ താളാത്മകതയെ തകർക്കുന്ന കമ്പോള വികസന ശാസ്ത്രത്തിനെതിരെ മാനവീയതയുടെ ബദൽ കർമ്മശാസ്ത്രം അവതരിപ്പിച്ച പ്രകൃതി സ്നേഹി. വിശ്വാസത്തെ മതത്തിൻ്റെ ചുറ്റമ്പലത്തിൽ തളച്ചിടാത്ത മതനിരപേക്ഷതയുടെ പ്രവാചകൻ. സഭകളുടെ ആഗോള കൂട്ടായ്മകളിൽ വിശാല എക്യൂമനിസത്തിൻ്റെ ശബ്ദം. മഹത്തായ പാരമ്പര്യത്തിൻ്റെ പിൻബലത്തിൽ നവീകരണത്തിൻ്റെ കാഹളത്തിന് ഉയർത്തുന്ന സഭാ നേതാവ് ഡോക്ടർ ജോസഫ് മാർത്തോമ മെത്രാപ്പോലീത്ത. അങ്ങ് ദേശാന്തരികളുടെ പ്രകാശമാണ്. അങ്ങയുടെ ധന്യമായ സേവനങ്ങൾക്ക് മുൻപിൽ ഞങ്ങളുടെ കൃതജ്ഞതയും സ്നേഹവും പ്രാർത്ഥനയും ആദരവും അർപ്പിക്കുന്നു. കുവൈറ്റ് മാർത്തോമ പ്രവാസി സംഗമം. അഖില ലോക സഭയുടെ വെള്ളി നക്ഷത്രവും മാർത്തോമാ സഭയുടെ സൂര്യ തേജസ്സുമായ അങ്ങയെ നിറമിഴികളോടെ ഹൃദയം നുറങ്ങുന്ന പ്രാർത്ഥനയോടെ ഈ വിശ്വാസി സമൂഹത്തെയും പട്ടക്കാരെയും മേൽപ്പട്ടക്കാരെയും വിശിഷ്ടാതിഥികളെയും സാക്ഷി നിർത്തി തികഞ്ഞ ആദരവോടുകൂടി ഈ ബഹുമതി സ്വീകരിക്കുവാൻ ക്ഷണിക്കുന്നു. അങ്ങ് സ്വീകരിച്ച് അനുഗ്രഹിച്ചാലും. മേ റിക്വസ്റ്റ് ഇമ്മാനുവേൽ ഗരീബ്, our patron, to hand over the memento and the citation which I have already read over here to our beloved Metropolitan. First of all, we will hand over this to our diocesan bishop, and he will hand over to Mr. Emmanuel Garib, or Father Emmanuel Garib, sorry. Let's all rise. Let's all rise. Please rise. ഈ പുരസ്കാരത്തിന് പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കട്ടെ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മലേഷ്യയിൽ ചെന്നപ്പോൾ അവിടുത്തെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന മഹാതിർ മുഹമ്മദിൻ്റെ അധ്യക്ഷതയിലുള്ളതായ ഒരു കമ്മിറ്റി ഇതുപോലെ ഒരു പുരസ്കാരം തന്നു. അത് ഞാൻ നന്ദിയോടുകൂടി ഓർക്കുന്നു. ഇപ്പോൾ കുവൈറ്റിൽ വന്നതായുള്ള സമയത്തും ഇത് തന്നു. ഇതിനോട് ചേർന്ന് തന്നതായുള്ള ആ പാരിതോഷികം ആവശ്യങ്ങളിരിക്കുന്നവർക്ക് സഹായമായി നൽകുന്നതായ ഒരു പ്രോജക്റ്റിന് മുഴുവൻ തുകയും സംഭാവന ചെയ്യുന്നതാണ്. ഏതിന് കൊടുത്തിട്ടുണ്ടെന്നുള്ളത് പിന്നീട് ഇവിടെ അറിയിക്കുന്നതാണ്. പക്ഷേ ഇത് സഭാ ഓഫീസിൽ സഭയ്ക്ക് നിന്ന് ഇതിൻ്റെ രസീത് നിങ്ങൾക്ക് ലഭിക്കുന്നതുമായിരിക്കും. Reverend Emmanuel Benjamin Al-Garib, Chairman, NECK Common Council. He is passionate for Jesus and he has done a lot for Christians in this country to help us worship God in truth and spirit. He is a true ambassador of Christ and he is indeed a reflection for the light of Jesus. In his words and deeds we see him as a true disciple of Jesus, and he has participated in the Moraman Convention as well. And he has also attended the consecration of our new bishops, inviting him to share a few words.
Good evening, brothers and sisters in Christ, and a warm welcome to His Grace, Dr. Reverend Joseph Martomo Metropolita and Reverend Dr. Abraham Mar Paulus, and the newly consecrated bishops, which I have the honor to attend their consecration by a gracious invitation of Martoma Church in Kuwait, and also to all dignitaries attending this celebration of 50 years of presence of Martoma Church in Kuwait. I thank God for all His blessings. And I thank God for the religious freedom we have here in Kuwait. Although lately there are little bit high waves are coming to rock our boat, but I am sure God is good all the times, and God is the captain of our ship, so it will never sink, and it will go on. I had the privilege also to attend Maraman Convention twice in the past. And I thank God for Martoma Church. And I am very happy to see all these happy faces. You are celebrating this occasion. And I pray that God will bless Martoma to fulfill His purposes through Martoma Church and other churches in Kuwait. And I have the privilege, and I thank God, that God has put me to serve all His churches in Kuwait. And I pray that all of us work together to glorify our Lord in this land. And also I thank the Lord because these days we are celebrating our National Day and the Liberation Day. And I thank God also for the relations between Kuwait and India. Along the time, we have good friendship, and I think all of you know that the first community or the biggest community in Kuwait is the Indian community. And I thank God for the testimony of all Indians working honestly and faithfully in Kuwait. So a greeting for all of you. And I pray that we all continue to glorify our Lord in this land. Thank you and God bless you. Thank you. Nanni namaskaram. Thank you. Mr. Roy Vargas, Sabha Council member of the Gulf region, will now introduce the newly consecrated bishops. ഇത് യഹോവയാൽ സംഭവിച്ചു, മനുഷ്യൻ്റെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. അഭിവന്യ സഭാപിതാക്കന്മാരെ, വെരി റെസ്പെക്റ്റഡ് റവൻ ഇമ്മാനുവൽ വി ഗരീബ്, പ്രൊഫസർ പി ജെ കുര്യൻ എം പി, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, പുതിയ ലോകവും അതിൻ്റെ മൂല്യഘടനയും വിശ്വാസ ജീവിതത്തിൻ്റെ മുമ്പിൽ വെല്ലുവിളികൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. ഇത്തരമൊരു ലോകത്തിൽ സ്വയം ശൂന്യവൽക്കരിക്കുന്നതിൻ്റെയും ഛേദനപ്പെടുന്നതിൻ്റെയും യഥാർത്ഥതയ്ക്ക് ജീവസാക്ഷ്യമായിരിക്കുകയാണ് സഭയുടെ ധർമ്മം. സഭയുടെ നാഥൻ തന്നെ അനന്തമായ കാരുണ്യം പ്രദർശിപ്പിച്ച് ആ പാരമ്പര്യത്തിലേക്ക് പുതുതായി നമുക്ക് 3 പുതിയ തിരുമേനിമാരെ തന്നിരിക്കുകയാണ്. ഈ ബഹുമാനപ്പെട്ട പുതിയ തിരുമേനിമാരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് അനൽപമായ സന്തോഷമുണ്ട്. മാത്യൂസ് മാർ മക്കാരിയോസ് തിരുമേനി, ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയാണ് സഭയുടെ ദൗത്യം എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന പ്രിയപ്പെട്ട തിരുമേനി തുമ്പമൺ സ്വദേശിയാണ്. തുമ്പമൺ നോർത്ത് കാലായിൽ കണ്ണം പൊയ്കയിൽ കുടുംബാംഗമാണ്. കോളേജ് വിദ്യാഭ്യാസം പന്തളം NSS കോളേജിൽ, ഭൗതിക ശാസ്ത്രത്തിൽ ബിരുദം നേടി 1979
1978 മെയ് മാസം സഭയിലെ പട്ടക്കാരനായി. 1978-80 അളവിൽ റാന്നി, വില്യകാവ്, കരിമ്പനാൽ എന്നീ ഇടവകളിൽ സേവനമനുഷ്ഠിച്ചു. ആ സമയത്ത് പ്രിയപ്പെട്ട തിരുമേനോടുകൂടി യുവജന സെക്രട്ടറി പ്രവർത്തിക്കാൻ എനിക്ക് സാധിച്ചത് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു. 80-83 കാലത്ത് കുമളി, അണക്കര, വണ്ടൻമേട് എന്നിവിടങ്ങളിലും സേവനമനുഷ്ഠിച്ച ശേഷം 83-85 കാലഘട്ടത്തിൽ കോട്ടയം വൈദിക സെമിനാരിയിൽ MDH ബിരുദവും ചെയ്തു. 85-89 കൽക്കട്ടയിൽ ഇടവക വികാരിയായിരുന്നു. തുടർന്ന് ജബൽപൂർ ലിയോണോഡ് തിയോളജിക്കൽ കോളേജിൽ പ്രൊഫസറായിട്ട് സേവനം ചെയ്തു. 996 മാർത്തോമ വൈദിക സെമിനാരിയിൽ പുതിയ നിയമ പ്രൊഫസറായി നിയമിതനായി. 2003 മുതൽ സിഡ്നി, ന്യൂസിലാൻഡ് ഇടവകകളുടെ വികാരിയായി ശുശ്രൂഷ ചെയ്തു. വീണ്ടും കോട്ടയം വൈദിക സെമിനാരിയിൽ മടങ്ങി വന്നു. ഓതറ ഇടവകയിലെ വികാരിയായിരിക്കുമ്പോഴാണ് പ്രിയപ്പെട്ട തിരുമേനി മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടത്. ക്രിസ്തുവിന് സൗരഭ്യവാസനയായി തൻ്റെ ജീവിതത്തെ പുനർക്രമീകരിക്കുന്ന പ്രിയപ്പെട്ട തിരുമേനിക്ക് ഈ പ്രവാസി സമൂഹത്തിൻ്റെ എല്ലാവിധ ആശംസകളും ഈ അവസരത്തിൽ നേരട്ടെ. റൈറ്റ് റവറൻ ഗിഗോറിയോസ് മാർ സ്തേപ്പാനോസ് തിരുമേനി, നിരണം കിണറ്റുകര പാരയിൽ കുടുംബാംഗം, ഫോർട്ട് കൊച്ചി സെൻറ്റ് ജോർജ് മാർത്തോമ ഇടവക അംഗം, പ്രാഥമിക വിദ്യാഭ്യാസം നിരണം മാർത്തോമ ലോവർ പ്രൈമറി സ്കൂളിൽ, പ്രീ ഡിഗ്രി എറണാകുളം മഹാരാജാസ് കോളേജിൽ, BA-യും MA-യും ഫിലോസഫി മുഖ്യ വിഷയമായി എടുത്തു പഠിച്ചു. 1985 സെമിനാരിയിൽ വൈദിക അഭ്യാസനത്തിനായിട്ട് ചേർന്നു. 85 മാർത്തോമ സഭയിൽ വൈദികനായി പട്ടം കെട്ടപ്പെട്ടു. ബിലാസ്പൂർ, കോർബ, അംബികാപൂർ, മദ്രാസ്, ചെട്ട്പട്ട്, താമ്പരം, സെൻറ്റ് തോമസ് മൗണ്ട്, കോലാലംപൂർ, റാഞ്ചി, സെൻറ്റ് തോമസ് സ്കൂൾ പ്രിൻസിപ്പൽ, റാഞ്ചി മാർത്തോമ ഇടവക, മിഷണറി നവജീവൻ സെൻറ്റർ, ബോംബെ സാന്റാക്രൂസ്, മാരാമൺ, വെൺമണി, കാവുംഭാഗം എന്നീ ഇടവകളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും പ്രശ്നങ്ങളിലും തമ്പുരാൻ തുണയുണ്ട് എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട തിരുമേനിക്ക് ഈ പ്രവാസി സംഗമത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. റൈറ്റ് റവറൻ ഡോക്ടർ തോമസ് മാർ തീത്തോസ് തിരുമേനി, പൗരോഹിത്യ പാരമ്പര്യം കൊണ്ടും ശ്രേഷ്ഠ പുരോഹിതന്മാരിൽ നിന്നും ലഭിച്ച പരിചയ സമ്പത്തും മലങ്കര സുറിയാനി സഭയുടെ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് തിരഞ്ഞെടുപ്പിക്കുന്ന തിരുമേനിയിൽ എപ്പോഴും നിരീക്ഷിച്ച് കാണാം. അടൂർ കണ്ണങ്കോട് പടിഞ്ഞാറ്റിനടുത്ത് കൊട്ടയ്ക്കാട് കുടുംബാംഗം, അടൂർ കണ്ണങ്കോട് മാർത്തോമ ഇടവക അംഗം, വിദ്യാഭ്യാസം കൊട്ടാരക്കര സെൻറ്റ് ഗ്രിഗോറിയോസ് കോളേജിൽ, പത്തനംതിട്ട കോളേജിലും പഠിച്ച് BSc-യും പാസ്സായി. മാർത്തോമ വൈദിക സെമിനാരിയിൽ 82 മുതൽ 85 വരെ വൈദിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി. 85 ജൂൺ മാസത്തിൽ ഷമ്മാശ പട്ടവും 85 തന്നെ കശീശ പട്ടവും ലഭിച്ചു. ചെങ്ങറോത്ത്, ചെമ്പനോട, ആനക്കുളം, ഗാന്ധിധാം, ന്യൂയോർക്ക്, ലോങ് ഐലൻഡ്, ബോംബെ, ഗോറിയോൺ, കളമശ്ശേരി ഇൻഡോർ മാർത്തോമ സ്കൂൾ, തിട്ടമ്മേൽ, ചീറാറേമ്പ് എന്നീ ഇടവകളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. വളരെ ആത്മാർത്ഥയോടുകൂടി പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടി സഭയെ സേവിക്കുവാനായിട്ട് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ട തിരുമേനിക്കും മറ്റ് എല്ലാ തിരുമേനിമാർക്കും ഈ പ്രവാസി സംഗമത്തിൻ്റെ എല്ലാ ആശംസകളും ഹൃദയത്തിൻ്റെ പേരിൽ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. Thank you, Mr. Roy Varghese. Now I would invite Reverend A.Y. Varghese, Vice Chairman and Vicar, St. James Marthoma Church, to felicitate the occasion. മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ മോസ്റ്റ് റവറൻഡ് ഡോക്ടർ ജോസഫ് മാർത്തോമ മെത്രോപൊലിത്തൻ തിരുമേനി, ഡൽഹി വദിരാസന അധിപൻ റൈറ്റ് റവറൻഡ് ഡോക്ടർ എബ്രഹാം മാർ പൗലോസ് എപ്പിസ്കോപ്പ തിരുമേനി,
നവ എപ്പിസ്കോപ്പ തിരുമേനിമാർ, വേദിയിൽ ഉപേക്ഷിതരായിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട പട്ടത്ത സമൂഹം, രാഷ്ട്രത്തെ പ്രതിദാനം ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട ജനപ്രതിനിധി, കൂടി വന്നിരിക്കുന്ന സർവരുമേ, ദൈവനാമത്തിലുള്ള സ്നേഹ വന്ദനം ആദ്യമായി അറിയിക്കട്ടെ. മലങ്കര മാർത്തോമാ സുറിയാനി സഭയ്ക്ക് എക്കാലത്തും അനുഗ്രഹിക്കപ്പെട്ട മേൽപ്പെട്ട സമൂഹത്തെ ലഭ്യമായി തീരുവാന്തക്കോണം വലിയവനായ ദൈവത്തിൻ്റെ കൃപയും സഭയുടെ നിയോഗവും അതിൽ കാലാകാലങ്ങളിൽ പ്രവർത്തിച്ചു എന്നുള്ളത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട അനുഭവമാകുന്നു. അനുഗ്രഹിക്കപ്പെട്ട മേൽപ്പെട്ട സമൂഹത്തിൽ നിന്ന് സഭയ്ക്കും സമൂഹത്തിനും ധീരമായ അനുഗ്രഹിക്കപ്പെട്ട നേതൃത്വം ലഭ്യമായി തീർന്നിട്ടുള്ളത് എക്കാലത്തും ഏത് സമൂഹവും വിശേഷാൽ മാർത്തോമാ സഭയ്ക്കും വളരെ പ്രൗഢഗംഭീരമായ ചിന്തകളോടുകൂടെ മാത്രമേ അനുസ്മരിക്കുവാൻ സാധിക്കുകയുള്ളൂ. അനുഗ്രഹിക്കപ്പെട്ട സഭയുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ച് വേർതിരിക്കപ്പെട്ടിരിക്കുന്ന അഭിവന്യ ഡോക്ടർ മാത്യൂസ് മാർ ബക്കോറിയോസ് എപ്പിസ്കോപ്പ തിരുമനസിൽ നിന്നും അഭിവന്യ ഗ്രിഗോറിയോസ് മാർ സ്റ്റെഫാനോസ് എപ്പിസ്കോപ്പ തിരുമനസിൽ നിന്നും അഭിവന്യ ഡോക്ടർ തോമസ് മാർ തീത്തോസ് എപ്പിസ്കോപ്പ തിരുമനസിൽ നിന്നും മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ അംഗങ്ങളായിരിക്കുന്ന ഞങ്ങളേവരും ഈ സമൂഹവും കാംക്ഷിക്കുന്നതും മേൽപ്പെട്ട സമൂഹത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളതുപോലെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ അപ്രകാരമുള്ള ധീരമായ അനുഗ്രഹിക്കപ്പെട്ട നേതൃത്വമാകുന്നു. ആയതിന് കുവൈറ്റിലുള്ള മാർത്തോമ വൈദിക സമൂഹത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ ഞങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങളുടെ സപ്പോർട്ടും പ്രിയപ്പെട്ട തിരുമേനിമാരോടുകൂടെ ഉണ്ട് എന്ന് ഞങ്ങൾ ഈ സമയത്ത് അഷ്വർ ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട നേതൃത്വം നൽകി ഈ സഭയെ സമൂഹത്തെ നയിപ്പാന്തക്കോണം ഇടയായിത്തീരുകയും ചെയ്യട്ടെ എന്ന് ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒപ്പം ഇന്ന് ഈ സദസ്സിൽ അഭിനന്ദ മെത്രാപ്പൊലീത്ത തിരുമനസിനെ വീണ്ടും നമ്മൾ ആദരിച്ചു. എക്കാലത്തും ധീരമായ നേതൃത്വം നൽകി സഭയെ നയിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള തിരുമനസിന് വലിയവനായ ദൈവത്തിൻ്റെ ഏറിയ നന്മകൾ വീണ്ടും ലഭിച്ച് സഭ അനുഗ്രഹത്തോടെ നയിപ്പാന്തക്കോണം വീണ്ടും ഇടയായിത്തീരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും ഞങ്ങളുടെ പട്ടത്ത സമൂഹത്തിൻ്റെ എല്ലാവിധമായിട്ടുള്ള ആശംസകൾ ഈ സമയത്ത് നേരുകയും ചെയ്യുന്നു. കൂടി വന്നിരിക്കുന്ന നമ്മെല്ലാവരെയും ഈ ദൈവത്തിൻ്റെ കൃപയിലേക്ക് താഴ്ത്തി സമർപ്പിക്കാം. ദൈവം നമ്മെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. Next, we would like to invite Mr. K.G. Abraham, NBTC, and the Vice Chairman of today's program. ഇവിടെ ഇരിക്കുന്ന വേദിയിലിരിക്കുന്ന തിരുമേനിമാരെ, പി ജെ ക്രിൻ സാർ, നമ്മളുടെ വൈദികർ, കൂടാതെ ഇവിടെ ഇരിക്കുന്ന വിശ്വാസികളെ, എന്നിൽ നിഷിദ്ധമായിരിക്കുന്നത് ആശംസ പറയുക എന്നുള്ളതാണ്. ആദ്യം ഇത്രയും ജനസമൂഹത്തെ ഇവിടെ എത്തിക്കാൻ സാധിച്ച പ്രവാസി സംഘം തീർച്ചയായിട്ടും ഇതൊരു വലിയ വിജയമാണ്. അതിലുപരി ഇവിടെ നല്ല യൂണിറ്റ് നമ്മുടെ മാർത്തോമാ ഇടവകളിൽ അവരുടെ അംഗങ്ങളിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. എല്ലാവരും ഞങ്ങൾ ഒന്നാണ്, ഞങ്ങളിലുള്ള യൂണിറ്റിക്ക് യാതൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് മറ്റുള്ളവരെ ഇവിടെ ഇരിക്കുന്നവരെ കാണിച്ചു കൊടുക്കാനും കൂടി ഒരു സന്ദർഭം കിട്ടിയതിൽ സന്തോഷിക്കുന്നു. പിന്നെ എൻ്റെ ചെറുപ്പകാലങ്ങളിൽ ഒരു ദിവസം ഞാൻ എൻ്റെ അച്ഛനോട് ചോദിച്ചു, നമ്മുടെ സഭയ്ക്ക് മാത്രം എന്തുകൊണ്ട് 5 തിരുമേനിമാരേ ഉള്ളൂ? മറ്റുള്ള സഭകൾക്കൊക്കെ 10ഉം 12ഉം